ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സന്തോഷത്തിൻ്റെ ആഘോഷത്തിൻ്റെ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 80 ആണ്ടുകൾ പൂർത്തിയാകുകയാണ്. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥയായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ അമ്മയായ കന്യാമറിയത്തിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ നമ്മൾ ആഘോഷിച്ചുകൊണ്ട് കൈത്താക്കാലത്തിൻ്റെ 6ാമത്തെ ഞായറാഴ്ചയിലേക്ക് വരുമ്പോൾ ദൈവം നമ്മളോട് പറയുകയാണ്, ഒന്നിനെയും കുറിച്ചോർത്ത് നിങ്ങൾ ആകുലരാകണ്ട, ഭയപ്പെടേണ്ട. എനിക്ക് നിങ്ങളെപ്പറ്റി ഓർമ്മയുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളെന്നെ അന്വേഷിച്ചാൽ നിങ്ങളെന്നെ കണ്ടെത്തും. സന്തോഷത്തോടെ, സമാധാനത്തോടെ, സ്നേഹത്തോടെ ജീവിക്കുവാനായിട്ട് എന്നെ അന്വേഷിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കുമെന്ന് ദൈവം പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ടവരെ, സ്വാതന്ത്ര്യത്തിൻ്റെ 80 ആണ്ടുകൾ പൂർത്തിയാകുമ്പോൾ നമുക്ക് വേണ്ടി പോരാടിയ അനേകം ആയിരക്കണക്കിന് ആത്മാക്കളുടെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും വിജയമാണ് ഇന്ന് സ്വാതന്ത്ര്യത്തിൽ, സമാധാനത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അവർ പ്രത്യാശയോടെ പ്രവർത്തിച്ചത് കൊണ്ടാണ്, പോരാടിയത് കൊണ്ടാണ് അവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഒരിക്കലും അവർ നിരാശയോടുകൂടി മാറി നിന്നിട്ടില്ല. ഇതുതന്നെയാണ് സ്വർഗാരോഹണ തിരുനാളിലും നമ്മൾ ആഘോഷിക്കുന്നത്, അനുസ്മരിക്കുന്നത്. പരിശുദ്ധ അമ്മ തീഷ്ണതയോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിച്ചും ദൈവവിചാരത്തിലും ദേവാലയത്തിൽ ജീവിച്ചപ്പോൾ ദൈവത്താൽ അയക്കപ്പെടുന്ന ദൈവദൂതൻ അവളുടെ സമ്മതം ചോദിക്കുകയാണ്, കർത്താവിൻ്റെ അമ്മയാകുവാനായിട്ട് സാധിക്കുമോ എന്ന്. വളരെ തീഷ്ണതയോടെ, ത്യാഗത്തോടെ, പ്രത്യാശയോടെ അവൾ അതിന് ഉത്തരമരുളുകയാണ്, എനിക്ക് സമ്മതമാണെന്ന്. പരിശുദ്ധ അമ്മയുടെ ആ ഒരു സമ്മതത്തോടുകൂടി തിരുക്കുമാരൻ നമ്മളെ പാപത്തിൻ്റെ അടിമത്തിൽ നിന്ന് മോചിപ്പിക്കുവാനായിട്ട് ഭൂമിയിലേക്ക് വരികയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ ആത്മശരീരമായിട്ടുള്ള സ്വർഗത്തിലേക്കുള്ള ഉയർപ്പിനെ അല്ലെങ്കിൽ കർത്താവ് അവളെ ഉയർത്തുന്നതാണ് സ്വർഗാരോഹണ തിരുനാൾ. ആരൊക്കെ കർത്താവിൻ്റെ വചനമനുസരിച്ച് സ്നേഹത്തിൽ, സന്തോഷത്തിൽ, പാവമല്ലാതെ ജീവിക്കുന്നുവോ, അല്ലെങ്കിൽ പ്രത്യാശയോടുകൂടി ദൈവത്തിനായിട്ട് ജോലി ചെയ്യുന്നുവോ, അവർക്കൊക്കെ ഈ അമ്മയെപ്പോലെ സ്വർഗത്തിലേക്ക് എത്തുവാൻ സാധിക്കുമെന്ന് സ്വർഗാരോഹണ തിരുനാളിലൂടെ സഭ നമ്മെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മയെ ജീവിത മാതൃകയാക്കി നമുക്കെടുക്കാം. അമ്മയുടെ വഴിയെ നടന്നുകൊണ്ട്, അമ്മയെപ്പോലെ ജീവിച്ചുകൊണ്ട്, ദൈവികതത്തിന് ഉത്തരം നൽകിക്കൊണ്ട് പാപത്തിൻ്റെ അടിമത്തിൽ നിന്ന് സ്വതന്ത്രരായി ജീവിക്കുവാനായിട്ട്, മറ്റുള്ളവരെ അതിനെ അനുവദിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. പരിശുദ്ധ അമ്മയെപ്പോലെ ഒരു നാൾ ദേവകുമാരൻ്റെ അടുത്തെത്തി അവനെ ആരാധിക്കുവാനായിട്ട്, അവൻ്റെ സന്നിധിയിൽ എന്നും സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വായനകളെല്ലാം നമുക്ക് പ്രത്യാശയും പ്രതീക്ഷയും നൽകുന്നതാണ്. ഒന്നാമത്തെ വായനയിൽ നമ്മൾ കാണുന്നത് ദൈവം നോഹയെയും നോഹയുടെ പെട്ടത്തിലുള്ള സകല ജനതകളെയും ഓർത്തുവെന്ന് പറയുകയാണ്. വെള്ളപ്പൊക്കത്തിൽ നോഹ ഒരു പെട്ടകത്തിൽ കയറി യാത്ര ചെയ്യുകയാണ്. അനേകം നാളുകൾ നീണ്ടു നിന്ന വെള്ളപ്പൊക്കത്തിൽ ഒരു പക്ഷേ നോഹ നിരാശപ്പെട്ടു പോയിട്ടുണ്ടാകാം. ഇനി എന്ന് ഇതിനൊരു അറുതി വരുമെന്ന് അവൻ ചിന്തിച്ചിട്ടുണ്ടാകാം. ആ സമയത്താണ് ദൈവം നോഹയെയും നോഹയുടെ പെട്ടകത്തിലുള്ള സകല വ്യക്തികളെയും ഓർത്തുവെന്ന് വചനം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളുണ്ടാകുമ്പോൾ, തളർന്നു പോകുന്ന അവസരങ്ങളിൽ ദൈവത്തെ ഓർത്ത് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവൻ നമ്മളെ ഓർക്കും. നമുക്ക് വേണ്ടി അവൻ നോഹയുടെ പെട്ടകത്തിൻ്റെ അടുത്തേക്ക് കാറ്റയച്ച് വെള്ളം പറ്റിച്ച് അവന് പ്രത്യാശയുടെ ഒലുവിജില്ല പ്രാവനാൽ നൽകിയതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രത്യാശയുടെ കിരണങ്ങളുമായി ദൈവം വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ദൈവത്തെ അന്വേഷിക്കുന്ന നല്ല വ്യക്തികളായി തീരുവാനായിട്ടാണ് ഉത്തമഗീതത്തിലെ 2ാമത്തെ വായനയിലൂടെ സഭ നമ്മെ പഠിപ്പിക്കുന്നത്. തൻ്റെ പ്രിയതമനെ അന്വേഷിക്കുന്ന
പ്രിയതമയെയാണ് ഉത്തമഗീതം നമ്മെ പരിചയപ്പെടുത്തുന്നത്. തൻ്റെ പ്രിയതമന് വേണ്ടി അന്വേഷണം നടത്തുന്ന പ്രിയതമയെപ്പോലെ ദൈവത്തെ അന്വേഷിക്കുവാനും കണ്ടെത്തുവാനും നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ദൈവത്തെ മറന്ന് ജീവിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തുന്ന വ്യക്തികളായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഒരു കൊച്ചുദാഹരണം പറഞ്ഞാൽ, നമ്മുടെ മൊബൈൽ ഫോണ് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും വിലപിടിപ്പുള്ള ഒരു വസ്തു നഷ്ടപ്പെട്ടു പോയാൽ, അത് അന്വേഷിച്ച് കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് സന്തോഷമുണ്ടാകുകയുള്ളൂ. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയാൽ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവവചന വായന നഷ്ടപ്പെട്ടു പോയാൽ, ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയാൽ, അതിനെ വീണ്ടും ചേർക്കുവാനായിട്ട്, അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധം വീണ്ടും പുനഃസ്ഥാപിക്കുവാനായിട്ട്, പ്രാർത്ഥന തുടർന്ന് ആരംഭിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ മാത്രം തമ്പുരാൻ്റെ അടുത്തേക്ക് ഓടിയെത്തുന്ന വ്യക്തികളായി തീരാതെ, എല്ലാ സമയത്തും അവനോട് ചേർന്ന് നിൽക്കുന്ന നല്ല വ്യക്തികളായി തീരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള 3-ാമത്തെ വായനയിൽ ദൈവം യോഹന്നാന് പുതിയ ജെറുസലേമിനെ കാണിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പുതിയ ജെറുസലേമാകുന്ന തിരുസഭയിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയ ജെറുസലേമിൽ യോഹന്നാൻ സന്തോഷം കാണുന്നത് പോലെ നമ്മുടെ അനുദിന ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുന്ന വ്യക്തികളായി തീരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. സുവിശേഷ വായനയിൽ വളരെയധികം പ്രതിസന്ധികൾ നേരിടുന്ന ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് പ്രത്യാശയായി ആശ്വാസമായി ഈശോ കടന്നു വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഈശോയെ കൂടാതെ മറുകരയിലേക്ക് തോണിയേറി പോകുന്ന ശിഷ്യന്മാരുടെ വള്ളം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. വലിയ കാറ്റും കോളുമുണ്ടായി വള്ളം മറിയുമെന്നൊരു അവസ്ഥ വന്നപ്പോൾ ഈശോ അവരെ അന്വേഷിച്ച് അവരുടെ അടുത്തേക്ക് എത്തുകയാണ്. ഭയചകിതരായിരുന്ന സ്ത്രീയന്മാരോട് ഈശോ പറയുകയാണ്, ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്. പ്രിയപ്പെട്ടവരെ, കാറ്റും കോളുമേറുന്ന നമ്മുടെ ജീവിതത്തിൽ ജീവിതം വല്ലാതെ പ്രതിസന്ധിയായിലൂടെ കടന്നു പോകുമ്പോൾ, ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മൾ വിഷമിക്കുമ്പോൾ, എൻ്റെ അരികെ ഓടിയെത്തുവാനായിട്ട് എനിക്കൊരു തമ്പുരാനുണ്ടെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും മാറ്റിവെച്ചുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് ഈ കൈത്താക്കാലത്തിലെ 6-ാമത്തെ ഞായറാഴ്ചയിൽ ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈശോ ഈ വള്ളത്തിനടുത്തേക്ക് എത്തിയപ്പോൾ തന്നെ ആ വള്ളം പെട്ടെന്ന് തീരെ തണിഞ്ഞു. അവർ വലിയ പ്രതിസന്ധിയിൽ രക്ഷപ്പെട്ടുവെന്ന് വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, തമ്പുരാനെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിച്ചാൽ, തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലുണ്ടെന്നുള്ള ഉറച്ച ബോധ്യം നമുക്കുണ്ടെങ്കിൽ, നമ്മുടെ പ്രതിസന്ധികളിൽ അവൻ നമ്മളെ കൈക്ക് പിടിച്ച് നടത്തുമെന്ന് നമുക്ക് ചിന്തിക്കാം. അവൻ നമ്മളോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഇതിലും വലിയൊരു ഉറപ്പെന്താണ് നമുക്ക് വേണ്ടത്? വളരെ സന്തോഷത്തോടെ ഈശോയെ സ്വീകരിക്കുവാനായിട്ട്, ഈശോയെ ചേർത്ത് നിർത്തുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. സ്വാതന്ത്ര്യ സമര സേനാനികൾ വലിയ പ്രത്യാശ നമുക്ക് നൽകിയതുപോലെ, നഷ്ടപ്പെട്ടു പോയ സ്വർഗരാജ്യം വീണ്ടെടുക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ നമ്മെ സഹായിച്ചതുപോലെ, പ്രത്യാശയോടെ സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഒപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും കൊടുക്കുന്ന നല്ല വ്യക്തികളായി തീരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.